ഞാൻ ഡോക്ടർ പാർവതി, കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ്, ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ അടൂർ. ഇലാസ്റ്റോഗ്രാഫി യൂഗ്യാപ്പ് എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കരൾ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ്. ഈ അവയവത്തിന് കട്ടി കൂടുന്നത് സിറോസിസ് പോലുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ്. ഇത് ഫൈബ്രോസിസ് എന്ന സ്റ്റേജിലൂടെ കരൾ പോകുമ്പോഴാണ് കരളിന് കട്ടി കൂടുന്നത്. സാധാരണഗതിയിൽ കരളിനുള്ള എത്ര കട്ടിയുണ്ടെന്ന് അറിയാനായിട്ട് ബയോപ്സി എന്ന് പറയുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. ബയോപ്സി എന്ന് പറയുന്നത് ഒരു സൂചി കടത്തിവിട്ട് കരളിലെ ടിഷ്യൂ എടുത്ത് അത് എക്സാമിൻ ചെയ്ത് എത്രത്തോളം കട്ടിയുണ്ട് അല്ലെങ്കിൽ കരളിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇന്ന് സൂചി കടത്തി വിടാതെ തന്നെ എത്രത്തോളം കട്ടിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഇലാസ്റ്റോഗ്രാഫി. ഇലാസ്റ്റോഗ്രാഫി എന്ന് പറയുന്നത് നമ്മുടെ അൾട്രാസൗണ്ട് പ്രോബ് ഉപയോഗിച്ച് അതിൻ്റെ വേവ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്തിട്ട് എത്രത്തോളം ലിവർ ഫൈബ്രോസിസ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ മെഷർമെന്റ് വെച്ചിട്ട് നമുക്ക് ഏത് സ്റ്റേജ് ഫൈബ്രോസിസ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പലതരം സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, 2, 3, 4. സ്റ്റേജ് 4 എന്ന് പറയുന്നതാണ് സിറോസിസ്. അപ്പോൾ ഈ മെഷർമെന്റ് വെച്ചിട്ട് മൈൽഡ് ഫൈബ്രോസിസ് ആണോ, സിഗ്നിഫിക്കൻറ്റ് ഫൈബ്രോസിസ് ആണോ, സിവിയർ ഫൈബ്രോസിസ് ആണോ, അതോ സിറോസിസിലോട്ട് പോയിട്ടുണ്ടോ എന്ന് പേഷ്യന്റിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പേഷ്യന്റ് ഫാസ്റ്റിംഗിൽ വന്നിട്ട് സാധാരണ അൾട്രാസൗണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഇൻവെസ്റ്റിഗേഷനും നമ്മൾ ചെയ്യുന്നത്. യൂഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. യൂഗ്യാപ്പ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് ഗൈഡഡ് അറ്റന്യൂഷൻ പാരാമീറ്റർ എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമുക്കറിയാം ഫാറ്റി ലിവർ ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരിൽ ഏത് ഗ്രേഡ് ഫാറ്റി ലിവർ ആണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഗ്രേഡ് 1 ആണോ 2 ആണോ 3 ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രേഡ് 3 ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻസിന് അത് ഫൈബ്രോസിസിലോ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെന്റ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എത്രയും നേരത്തെ നമുക്ക് രോഗം കണ്ടുപിടിക്കുന്നോ അത്രയും നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കാനും നമ്മുടെ ലൈഫ് സ്പാൻ കൂടുകയും ചെയ്യും.